നമുക്ക് എങ്ങനെ മാക്സിമം സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ലോ ബഡ്ജറ്റിൽ നമുക്ക് സീലിംഗ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ സീലിംഗ് ലൈറ്റ്സിൽ നമുക്ക് ഈ പറയുന്ന ലൈറ്റ്സ് കാര്യങ്ങൾ LED ലൈറ്റ്സ്, പാനൽ ലൈറ്റ്സ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നമ്മളെ ബീം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഒരു ബെഡ്റൂമാണ് ഈ വരുന്നത്. ബെഡ്റൂമിൽ വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 4 സീലിംഗ് ലൈറ്റ്സ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ വാർക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, തട്ട് വയ്ക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് ഏറ്റവും താഴെ വരുന്ന ആ ഷീറ്റിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബോക്സ് LED ബോക്സ് കൊടുക്കുന്നത്. ഒട്ടും പൊങ്ങി പോകാൻ ശ്രമിക്കരുത്, കാരണം കമ്പിയുടെ താഴെയായിരിക്കണം, അടിയിലായിരിക്കണം നമ്മളിത് കൊടുക്കേണ്ടത്. തട്ടിനും കമ്പിയുടെ ഇടയിലായിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കമ്പി അതിൻ്റെ മുകളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം, അല്ലെങ്കിൽ ഈ ബോക്സ് പൊങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ തട്ട് പൊളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും. അതായത് ഏറ്റവും താഴെ ചേർന്ന് വേണം ഈ LED ബോക്സ് നിൽക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് പല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കനം എന്ന് പറയുന്നത് 1 ഇഞ്ച് കനം തൊട്ട് വരുന്നുണ്ട്. 1 ഇഞ്ച് കനത്തിൻ്റെ ബോക്സ് വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം വാർക്ക എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 4 ഇഞ്ച് 6 ഇഞ്ച്. ആ 4 ഇഞ്ച് 6 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ച് മാത്രമാണ് ഈ ബോക്സിന് എടുക്കുന്നത്. ബാക്കി ഫുൾ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ വരാത്ത രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, പല ടൈപ്പ് കമ്പനികളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള റൂമിൽ എവിടെയാണോ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സീലിംഗ് ലൈറ്റിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ആദ്യം മാർക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കളയേണ്ട സാധനമാണ്. കാരണം ഈ ബോക്സ് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ സാധാരണ 1 വാട്ട് LED, 2 വാട്ട് LED, 3 വാട്ട് LED, 5 വാട്ട്, 6 വാട്ട്, 9 വാട്ട്, പിന്നെ അതുപോലെ തന്നെ 10 വാട്ട്സ്, 15 വാട്ട്സ് വരെ കൊടുക്കാൻ പറ്റുന്ന LED ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കണ്ടോ, അതിൻ്റെ ഏറ്റവും ഉള്ളിൽ കാണുന്ന 1 വാട്ട് LEDക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് വരുന്നത്. അതിനുശേഷം രണ്ടാമത് വരുന്നത് 3 വാട്ട് അല്ലെങ്കിൽ 2 വാട്ട് അല്ലെങ്കിൽ 3 വാട്ട്. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് 2 വാട്ടിന് വേണ്ടിയിട്ടുള്ള വലിപ്പമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അത്രയും വലിപ്പം വരുന്നത്. അപ്പോൾ ഏത് LED ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്ലാസ്റ്റിക് അതിൽ നിന്നും നമുക്ക് കുത്തി ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഈ പറയുന്ന ഏത് ലൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലൈറ്റിൻ്റെ ആ പ്ലാസ്റ്റിക് നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇടുന്ന പാനൽ ലൈറ്റ്സ് അതിലേക്ക് കറക്റ്റ് വയറും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ലൈറ്റാണ് ഏറ്റവും കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഈ പറയുന്ന ഒന്ന് തീരുമാനിച്ചതിന് ശേഷം വളരെ ക്ലിയറായിട്ട് നമുക്ക് ചെയ്ത് ഓക്കെ ആക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഈ ബോക്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈൻ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നല്ല പ്രൈസിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.